രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം രഥേന പുരുഷവ്യാഘ്ര കോസലാൻ അത്യവർത്തത. പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ആ കോസലങ്ങളെ, ആ കോസല ദേശത്തെ, കോസലാൻ എന്ന് ബഹുജനത്തിൽ പറയും, അത് സംസ്കൃത വ്യാകരണത്തിന്റെ പ്രത്യേകത. ആ കോസല ദേശത്തെ അദ്ദേഹം കടന്നു. സൂര്യവംശ രാജാക്കന്മാരുടെ രാജ്യാതിർത്തി കടന്നു. രാജ്യാതിർത്തി, അതിന്റെ തെക്കേ അതിർത്തി കടന്നപ്പോൾ എവിടെ എത്തി? അവിടെ അദ്ദേഹം ഒരു ദൃശ്യം കണ്ടു. അതാണ് അതിന്റെ അതിർത്തി. എന്താ അത്? തത്ര, അവിടെ ത്രിപഥകാം ദിവ്യാം ശീതതോയാം അശൈവലാം ദദർശ രാഘവോ ഗംഗാം രമ്യാം ഋഷിനിഷേവിതാം. അവിടെ അദ്ദേഹം ഗംഗാനദി അദ്ദേഹം ദദർശ കണ്ടു. ഗംഗാനദി അദ്ദേഹം നേരിട്ട് കാണുന്നു. അതാണ് ഉത്തരകോസലങ്ങളുടെ തെക്കേ അറ്റത്തുള്ളതായ അതിര്. എങ്ങനെയുള്ള ഗംഗയാണ്? തത്ര, അവിടെ ത്രിപഥകാം, 3 മാർഗങ്ങളിലൂടി പ്രവഹിക്കുന്നവളായ ഗംഗയെ കണ്ടു. നമ്മൾ കാണുന്ന നദികൾക്കെല്ലാം ആകെ ഒരു മാർഗമേ ഉള്ളൂ. ഏതാ? അത് പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, എന്നിട്ട് അത് ഭൂമിയിലൂടെ ഒഴുകുന്നു, കടലിൽ പോയി വീഴുന്നു. ഇങ്ങനെ ഭൂമിയിലൂടെ ഒഴുകുക. ചിലപ്പോൾ ചിലത് കായലിൽ പോയി വീഴും, ചിലത് വേറൊരു നദിയിൽ പോയി ലയിക്കും, എന്നിട്ട് ഒരുമിച്ച് കടലിലോ കായലിലോ പോകും. ഇത്രേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ഈ ഗംഗ അങ്ങനെയുള്ളതല്ല. വാൽമീകി കാണിച്ചു തരുന്ന ഗംഗ ത്രിപഥകയാണ്. 3 മാർഗങ്ങളിലൂടി ഒഴുകി വരുന്നവളാണ് അവൾ. ഏതാ ഈ 3 മാർഗങ്ങൾ? ദേവലോകം, ഭൂലോകം, പാതാളലോകം. ഇങ്ങനെ 3 മാർഗങ്ങളിലൂടെ ഒഴുകി ഈ ലോകങ്ങളെല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട്, പവിത്രീകരിച്ചുകൊണ്ട്, എല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് ലോകത്തിന് ശ്രേയസിന്റെ മാർഗത്തെ ഉളവാക്കുന്ന ആ ഗംഗയെ ശ്രീരാമചന്ദ്രൻ അവിടെ കണ്ടു. തത്ര, അവിടെ ദദർശ കണ്ടു. ആ ഗംഗ, ഈ 3 മാർഗങ്ങളിലൂടെ ഒഴുകുന്ന ഗംഗ എങ്ങനെയുള്ളതാണ്? ദിവ്യാം, ദിവ്യയാണ്. നമ്മൾ നദിയെ കുറിച്ച് പൊതുവിൽ ധരിച്ചു വച്ചിരിക്കുന്നത് ആ നദി H2O ആണ് അതിന്റെ കെമിക്കൽ നാമം. അങ്ങനെ ഒരു ഭൗതിക വസ്തു മാത്രമാണ് എന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. അല്ല, ആ നദി ദിവ്യമായിരിക്കുന്ന അനുഗ്രഹമാണ്. അത് വെറും ഒരു ഭൗതിക വസ്തുവല്ല, പിന്നെയോ ദിവ്യമായ അനുഗ്രഹത്തെ ലോകത്തിന് മുഴുവൻ പകർന്നു നൽകുന്ന ദിവ്യമായ അനുഗ്രഹമാണത്. അങ്ങനെ ദിവ്യമായിരിക്കുന്ന ആ ഗംഗയുടെ ദിവ്യതയെല്ലാം തുടർന്ന് വാൽമീകി നമ്മെ കേൾപ്പിക്കും. ശീതതോയാം, തണുത്ത ജലത്തോടുകൂടിയ. വേനൽക്കാലത്ത് പോലും ഗംഗയിലെ ജലം അങ്ങേയറ്റം തണുത്തുറഞ്ഞതാണ്. എന്താണ് അത് വരുന്നത്? അങ്ങ് കൈലാസത്തിൽ നിന്നിട്ടാണ്. അവിടെ ആ ഗോമുഖിയിൽ നിന്ന് അതിന്റെ ഭൂമണ്ഡലത്തിലുള്ളതായ പ്രവാഹം ആരംഭിക്കും. അവിടെ നിന്ന് പർവ്വതത്തിന്റെ വിവിധങ്ങളായ മടക്കുകളിലൂടെ പാറക്കെട്ടുകളിൽ അടിച്ച് ചിതറി അവിടെയെല്ലാം ആരിവില്ലുകൾ വിരിയിച്ചുകൊണ്ട് ഗംഗ ഇങ്ങ് ഭൂമിയിലേക്ക് വരുന്നു. അവിടെ സമതലത്തിൽ എത്തി വീഴുന്നത് കനഖലത്തിലാണ്. കനഖലം എന്നുള്ള സ്ഥലത്ത് ഗംഗ സമതലത്തിൽ എത്തും. അവിടെ നിന്നിട്ട് ഈ സമതലത്തിലൂടി അത് പ്രവഹിക്കും. കാളിദാസൻ വളരെ മനോഹരമായിട്ട് ഗംഗയെ വർണ്ണിക്കുന്നുണ്ട് മേഘദൂതത്തില്. രാമഗിരിയിൽ നിന്നിട്ട് മേഘം അങ്ങ് വടക്കോട്ട് പോവാണ് സന്ദേശവുമായിട്ട്. സന്ദേശം മേഘം കൊണ്ടുപോകുന്നതായി ഈ യക്ഷന്റെ ഉന്മാദാവസ്ഥയിലെത്തിയ യക്ഷന്റെ ഭാവനയാണിത്. മേഘത്തിന്റെ സന്ദേശം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. യക്ഷന്റെ ഭാവനയാണിത്. ആ സന്ദേശവുമായിട്ട്
മേഘം ഇങ്ങനെ പോകുമ്പോഴേക്കും പോകുന്ന വഴിയെല്ലാം അവതരിപ്പിക്കുന്നുണ്ട് കാളിദാസൻ. ആ യക്ഷന്റെ മാനസികാവസ്ഥയ്ക്ക് അനുരൂപമായ രീതിയിൽ അവിടെ കനകലം എത്തുമ്പോഴേക്കും കാളിദാസന്റെ ഒരു വർണ്ണനയുണ്ട്. അവിടെ സ്വർഗമേറാൻ സകരസുതർക്കൊരു കൽപ്പടവ് ചമച്ചതുമാതിരി അതിരി രാജാവതീർണയായി ഗംഗ വന്നെത്തി വീഴും കനകലം പൂകണം. കാളിദാസന്റെ മേഘദൂതത്തിലെ ആ ശ്ലോകത്തിന്റെ വിവർത്തനമാണിത്. തിരുനെല്ലൂർ കരുണാകരൻ സാറ് വളരെ മനോഹരമായിട്ട് മേഘദൂതം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. മഹാപണ്ഡിതനും പ്രഗത്ഭനായ അധ്യാപകനും മനുഷ്യസ്നേഹിയുമാണ് അദ്ദേഹം. അദ്ദേഹം പാടിക്കേൾപ്പിക്കുകയാണ്. തസ്മാത് ഗച്ഛേത് അനുകനകലം ശൈലരാജാവതീർണാം ജന്നോക്കന്യാം സകരതനയ സ്വർഗ സോപാനസേതും എന്നിങ്ങനെ കാളിദാസൻ എഴുതി വെച്ചിരിക്കുന്നതിനെ അദ്ദേഹം മനോഹരമായിട്ട് മലയാളത്തിൽ, ലളിത മലയാളത്തിൽ വിവർത്തനം ചെയ്യും. സ്വർഗമേറാൻ സകരസുതർക്കൊരു കൽപ്പടവ് ചമച്ചതുമാതിരി സകരന്റെ മക്കൾക്ക്, സാഗരന്മാർക്ക് പാതാളത്തിൽ നിന്ന് ഉയർന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഹിമാലയത്തിലൂടെ കൽപ്പടവ് ചമച്ചതാണോ എന്ന് തോന്നും. അങ്ങനെ ആ കൈലാസത്തിൽ നിന്നിട്ട് ഇങ്ങനെ താഴേക്ക് ആ പാറക്കെട്ടുകളിലൂടെ അടിച്ചടിച്ച് ഒരു വലിയൊരു സോപാനം പോലെ വീഴുന്ന ഗംഗയെ കനകലത്തിൽ എത്തുമ്പോ അല്ലയോ മേഘമേ നിനക്ക് കാണാം. അതാണ് സ്വർഗമേറാൻ സകരസുതർക്ക് ഒരു കൽപ്പടവ് ചമച്ചതുമാതിരി അതിരി രാജാവതീർണയായി, പർവ്വതരാജാവായി ഹിമവാനിൽ നിന്നിട്ട് ഉത്ഭവിച്ച് ഇറങ്ങി വരുന്നവളായി, പ്രവഹിച്ചു വരുന്നവളായി ഗംഗ വന്നെത്തി വീഴും കനകലം പൂകണം. അങ്ങനെ കനകലത്തിൽ വന്നാൽ പിന്നെ സമതലത്തിലൂടെയുള്ളതായ പ്രവാഹമാണ്. ഇത് മുഴുവൻ, ഈ കഥ മുഴുവൻ വാൽമീകി ഇതിനകത്ത് വളരെ ചുരുങ്ങിയ വാക്കുകളില് എന്നാൽ അങ്ങേയറ്റം ഹൃദയഹാരിയായിട്ട് വർണ്ണിച്ച് കേൾപ്പിക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക്, ആ വർണ്ണന, ഗംഗാവർണ്ണനയിലേക്ക് കടന്നു വരും. അങ്ങനെ തത്ര ത്രിപഥകാം ദിവ്യാം, അങ്ങനെ 3 മാർഗങ്ങളിലൂടെ പ്രവഹിക്കുന്ന ദിവ്യയായിരിക്കുന്ന ആ ഗംഗയെ, ശീതത്തോയാം തണുത്തുറഞ്ഞ ജലത്തോടുകൂടിയ ആ ഗംഗയെ, അശൈവലാം, എങ്ങും മാലിന്യമില്ല, പായല് എങ്ങുമില്ല, അങ്ങനെ തെളിഞ്ഞ കണ്ണുനീര് പോലെ തെളിഞ്ഞ നീരുറവയോടുകൂടിയ ആ ഗംഗയെ, ദദർശ രാഘവോ ഗംഗാം, രാഘവൻ ആ ഗംഗയെ കണ്ടു. രമ്യാം, വളരെയേറെ മനോഹരിയായ ഗംഗയെ കണ്ടു. ആ ഗംഗയെ ആര് സേവിക്കുന്നു? ഋഷി നിഷേവിതാം, ഋഷിമാരാൽ തന്റെ ഉള്ളിലേക്ക് തപസ്സുകൊണ്ട് കടന്നു ചെന്ന് ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നവർ, അവരാണ് ഋഷിമാർ. അങ്ങനെയുള്ള ഋഷിമാർ, തപസ് ചെയ്യുന്ന ഋഷിമാരാൽ സേവിക്കപ്പെടുന്നതായ പവിത്രയായിരിക്കുന്ന ആ ത്രിപഥകയായ ഗംഗയെ ശ്രീരാമചന്ദ്രൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗംഗയുടെ ദർശനം, ഗംഗയുടെ ചരിത്രമെല്ലാം ഏതാനും ശ്ലോകങ്ങളില് വളരെ ഹൃദയഹാരിയായിട്ട് വാൽമീകി മഹർഷി വർണ്ണിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് കേൾക്കാം. നാളെ രാത്രി 8:30 നമുക്ക് ഒരുമിച്ച് കൂടാം. നാളെ ഗംഗാതരണം. അത് കഴിഞ്ഞാൽ, ഗംഗ കടന്നു കഴിഞ്ഞാൽ എത്തിച്ചേരുന്നത് ഭരദ്വാജാശ്രമത്തിൽ. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വാൽമീകി ആശ്രമവും ചിത്രകൂടവും. അങ്ങനെ നാളെ നമുക്ക് 8:30 ഒരുമിച്ച് കൂടാം. എല്ലാ സുഹൃത്തുക്കളോടും ബന്ധുജനങ്ങളോടും അയൽവാസികളോടും നമ്മുടെ ഒരുമിച്ചുള്ളതായി രാമായണ, വാൽമീകി രാമായണ യജ്ഞം, ജ്ഞാനയജ്ഞം, അതിനെക്കുറിച്ച് അറിയിക്കുക, അവരെല്ലാം ഇതിലേക്ക് ക്ഷണിക്കുക എന്ന് മാത്രമല്ല, ഇതെല്ലാം സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിലുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതേപോലുള്ള വിഷയങ്ങൾ എല്ലാ ദിവസവും ഓരോ വീഡിയോ അതിനകത്ത് ഇടുന്നുണ്ട്. എല്ലാവരും സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിൽ സന്ദർശിക്കണം, അതിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമ സീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാദപത്മങ്ങളിൽ, വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങളിൽ
ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങൾ എന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.